മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ. സുരേഷ് കോൺഗ്രസിൽ ചേർന്നു. എ. സുരേഷിന് പാലക്കാട് DCC ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് തങ്കപ്പൻ അംഗത്വം നൽകി. മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ സുരേഷ് മത്സരിച്ചേക്കും. വി.എസിന്റെ നേടായി പ്രവർത്തിച്ച എ. സുരേഷിലൂടെ മലമ്പുഴ മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലാതെ മത്സരിച്ചാൽ വോട്ട് കുറയുമെന്ന് നേരത്തെ പാർട്ടി വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷിന് പാർട്ടി ചിഹ്നം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 തവണയായി മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. UDF വാഗ്ദാനം ചെയ്ത മലമ്പുഴ മണ്ഡലത്തിൽ ഇന്ന് തന്നെ പ്രചരണം തുടങ്ങുമെന്നും എ. സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. പലതവണ അപ്പീൽ നൽകിയിട്ടും പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുത്തില്ല. 100 തവണ അപ്പീൽ കൊടുത്താലും തന്നെ തിരിച്ചെടുക്കില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കും പുച്ഛിച്ചുള്ള ചിരിയും വൈകാരികമായ ഹൃദയവേദനയുണ്ടാക്കി. തന്നെ പടിയടച്ച് പിണ്ടം വെച്ച CPM-നോട് ഇനി അനുഭാവം പ്രകടിപ്പിക്കണോ എന്ന് പലതവണ ചിന്തിച്ചു. പിന്നാലെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നും എ. സുരേഷ് പറഞ്ഞു. 2013-ൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന കുറ്റം ചുമത്തിയാണ് സുരേഷിനെ CPM പുറത്താക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരെ തളിപ്പറമ്പിൽ മത്സരിക്കാൻ തയ്യാറായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിന് എതിരെ പാർട്ടിയിൽ നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ അത് വകവെക്കാതെ പാർട്ടി ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് TK ഗോവിന്ദൻ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥി TI മധുസൂദനെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുമെന്ന് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് തളിപ്പറമ്പിലും CPM-ൽ പൊട്ടിത്തെറിയുണ്ടായത്. CPM-നെതിരെ രംഗത്ത് വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പാർട്ടി ഇന്ന് പുറത്താക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ഗോവിന്ദനെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചത്. പാർട്ടിക്കെതിരെ പച്ച നുണയാണ് ഗോവിന്ദൻ പറഞ്ഞതെന്നും അദ്ദേഹത്തിൻ്റെത് പാർലമെന്ററി അവസരവാദമാണെന്നും രാഗേഷ് പറഞ്ഞു. TK ഗോവിന്ദൻ എക്സ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കൂടെ രാഗേഷ് കുറ്റപ്പെടുത്തി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഗോവിന്ദൻ ഉന്നയിച്ച വിമർശനങ്ങളും രാഗേഷ് തള്ളിക്കളഞ്ഞു. TK ഗോവിന്ദൻ ആരോപിച്ചത് വളരെ മോശമായ കാര്യങ്ങളാണെന്നും ബന്ധുത്വം പരിഗണിച്ചല്ല ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും രാഗേഷ് പറഞ്ഞു. കണ്ണൂരിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ വേണമെന്നാണ് പാർട്ടി നേരത്തെ നിശ്ചയിച്ചത്. പാർട്ടിക്ക് അവർ നൽകിയ സംഭാവന, ചുമതലകൾ എന്നിവ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. PK ശ്യാമള 40 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാവാണ്. പഠനകാലം മുതലേ പാർട്ടി പ്രവർത്തകയാണ് അവരെന്നും രാഗേഷ് പറയുന്നു. അതേപോലെ അമ്പലപ്പുഴയിൽ CPM വിട്ട മുൻ മന്ത്രി G. സുധാകരനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം G. സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നും പകരം G. സുധാകരനെ പിന്തുണയ്ക്കാനും പാർട്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ നിന്നും കോൺഗ്രസ് നേതാവ് M. ലിജുവാണ് മത്സരിച്ചത്. G. സുധാകരനും പാർട്ടിയിൽ നിന്നും ഏറ്റവും അപമാനകരമായി തോന്നിയത് MV ഗോവിന്ദന്റെ ഈ പരിഹാസം തന്നെയായിരുന്നു. നിയമസഭാ ഇലക്ഷനിൽ G. സുധാകരന്റെ കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഗോവിന്ദൻ പറഞ്ഞ മറുപടിയും അതിനുശേഷമുള്ള പരിഹാസ ചിരിയുമായിരുന്നു G. സുധാകരനെ വേദനിപ്പിച്ചത്. MV ഗോവിന്ദന്റെ ചിരി സ്വതസിദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പലരിലും വേദന ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം. പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളും പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന ഗുരുതര കുറ്റപ്പെടുത്തലായിരുന്നു CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലെ പ്രധാന വിമർശനം. അതോടൊപ്പം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ആ ചിരി അദ്ദേഹത്തിൽ നിന്ന് മാഞ്ഞു പോയെന്നും കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതേ ആ ചിരി തന്നെയാണ് ഇപ്പോൾ G. സുധാകരൻ, എ. സുരേഷ്, TK ഗോവിന്ദൻ എന്നിവരെയും പിണക്കിയിരിക്കുന്നത്.